ഹലോ ഹലോ ഹായ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കാസിയാണ്. ഞാൻ ഒരു 6 to 7 days ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റും പൊക്കിപ്പിടിച്ച് ഞാൻ വരാറുണ്ട് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനും. അത് പല സബ്ജക്റ്റുകളാണ്. കാരണം ഒന്ന് പൊളിറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കാരണം കുറേ ദിവസമായില്ലേ ഇപ്പം നടക്കുന്ന ഇഷ്യൂ ഉണ്ടല്ലോ, ആക്ടർ കൃഷ്ണ ആൻഡ് അവരുടെ മക്കളെയും അവരുടെ സ്റ്റാഫ് ചീറ്റ് ചെയ്തിട്ട് 68 lakhs 65-68 ലക്ഷം ചാമ്പിയിട്ടുണ്ട്. അതിന് അവർ പറയുന്ന കഥകളൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. ഞാൻ അതായിട്ട് വരണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പൊ ഫേസ്ബുക്കിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പ്രത്യേക ട്രെൻഡിങ് ആണ്. അതായത് AI ഇമേജസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇമേജസ്. ആ ഫോട്ടോസിലും ഇമേജസിലും ഉള്ള ആൾക്കാർ ഒറിജിനൽ അല്ല, അത് AI ഇമേജസ് ആണ്. അത് ഒരുപാട് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ സഹതാപം പിടിച്ച് പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസ്. എനിക്ക് കയ്യില്ല, എനിക്ക് ലൈക്ക് തരാമോ, എൻ്റെ കയ്യില്ലാത്ത എനിക്ക് പിറന്ന കുഞ്ഞാണ്, ഞങ്ങൾ വിഷ് ചെയ്യാമോ, ഞങ്ങൾ കറുത്ത കുട്ടികളാണ്, കറുത്ത ആൾക്കാരാണ്, കറുപ്പ് നിറത്തിന് ലൈക്കുണ്ടോ, പിന്നെന്താണ് എൻ്റെ ഭർത്താവ് ഇട്ടേച്ച് പോയൊരു പാവമാണ് ഞങ്ങളെ പരിഗണിക്കുന്നവരുണ്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് ഫോട്ടോസ് സൈഡിൽ കാണിക്കാം, ഓരോന്നായിട്ട് കേട്ടോ. കാരണം കാണിക്കണമെങ്കിൽ അത് ഒരുപാടുണ്ട്, ഞാനിത് സഹിക്കാൻ പറ്റാണ്ടാണ്. ശരി, ആൾക്കാർ ഇട്ടോട്ടെ, ഫോട്ടോസ് ഇട്ടോട്ടെ, ലൈക്ക് ആൻഡ് കമന്റ്സ്. ലൈക്കും കമന്റും മാത്രമല്ല, ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ഈ ഫോട്ടോസും വീഡിയോസും സഹതാപം പിടിച്ച് പറ്റുന്ന രീതിയിൽ ഫോട്ടോസ് ഇട്ടിട്ട് കമന്റ്സും ലൈക്കും മേടിച്ച് അവരത് ക്യാഷ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഫേസ്ബുക്ക് ഓരോ പേജസിന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അവരെ അക്കൗണ്ടിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസും അതിൻ്റെ ക്യാപ്ഷൻസും കാണിക്കാം. ഇപ്പൊ ആദ്യത്തത് എവിടെ, കൊച്ചിയിൽ ഞാനൊരു ഫ്രൂട്ട് ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. എന്നെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടോ? ഒരു കാണാൻ തെറ്റില്ലാത്ത ഒരു ആറ്റം ഫിഗർ തന്നെയാണ് അല്ല ഇതിൽ കാണിക്കുന്ന ഒരാൾക്കാരും. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമന്റ്സ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, ഇതിന് മറുപടി തരണം, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ്. പിന്നെ അതിനനുസരിച്ചുള്ള ഫോട്ടോസ് വേറെ വരുന്നുണ്ട്, AI ഇമേജസ്. കാരണം ഇതൊന്നും ഒറിജിനൽ ഫോട്ടോസ് അല്ല, അവർക്ക് കേസിന് പോകാനും പറ്റൂല. AI ഉണ്ടാക്കുന്ന കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണില്ലാത്ത, മിണ്ടാൻ പറ്റാത്ത ആൾക്കാർ, ഞാൻ സെപ്പറേറ്റഡ് ആണ്, ഞാൻ ഡിവോഴ്സ് ആണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് വസന്തങ്ങൾ എന്ന് പറയുന്ന അമ്മാവന്മാര് തുടങ്ങിയ ഒരു 60s 50s 40s തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും അതിൻ്റെ ഇടയിൽ കമന്റ് ഇടുന്നുണ്ട്. ഞാൻ സൈഡിൽ 1 by 1 ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലവർക്കൊക്കെ അറിയാം ഇത് AI ഇമേജസ് ആണ്. പക്ഷേ ഇപ്പോ ഒരു ഇപ്പൊ ഞാൻ ഈ ഫോട്ടോവും കിട്ടാം, കയ്യില്ലാത്ത കുട്ടി അവന്റെ കുട്ടീനെ കൊണ്ടെടുക്കുന്ന. അതിന്റെ ക്യാപ്ഷൻ ഷാഹുൽ കുണുംബാറം ആളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അച്ഛനില്ലാതെ വളർത്തി എൻ്റെ മോൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റും. അതായത് ആൾക്കാര് മറ്റേ സെന്റിമെന്റൽ ആവുകയാണ് കാരണം അപ്പൊ അവർക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരെണ്ണം, കാരണം കയ്യില്ലാത്തത്. പിന്നുള്ളത് ഒരു ഫോട്ടോ തന്നെ പല രീതിയിൽ ഇട്ടിട്ട് എനിക്ക് ഒരു പെൺകുട്ടി, എനിക്കൊരു കയ്യില്ല, എൻ്റെ പിറന്നാളാണ്, എന്നെ ഒന്ന് വിഷ് ചെയ്യാമോ. അത് ശില്പയാണ്. പിന്നെ ശില്പ തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. വേറെ ശില്പ, ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് ഞാൻ സീമ, ഭർത്താവ് ഇട്ടേച്ച് പോയി, വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, എന്നോട് കൂട്ടുകൂടാൻ ആരാ ഉള്ളത്. ഇവറ്റകൾക്കൊക്കെ എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അത് ശില്പ തന്നെ, ഞാൻ കാർത്തിക, ഭർത്താവ് ഇട്ടേച്ച് പോയി, വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അമ്മാവന്മാരും കല്യാണം കഴിക്കാത്ത ആൾക്കാരും കേറി ഇറങ്ങി നിരങ്ങാണ് കമന്റ് ബോക്സില്. നമ്പർ തായോ എന്തിനും. ഞാൻ നാളെ കമന്റ് കണ്ടത് ഒരു പെൺകുട്ടിയുടെ AI ഇമേജസ് ആണ്. അതിനടിയിലൊരു, കാരണം ആള് പറഞ്ഞിട്ടുള്ള പാവങ്ങളിലായതുകൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു അമ്മാവൻ വന്നിട്ട് പറയണ എൻ്റെ മോനിക്ക് കല്യാണം ആലോചിക്കുന്നത്, ഞാൻ നോക്കട്ടെ, നമ്പർ തേടി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാന്ന്. എന്ത് ബോധത്തിൽ, കാരണം പ്രായത്തിനും വിവരത്തിനും ഒരു
ഇതില്ല. കാരണം നമുക്ക് മനസ്സിലായി നമ്മളെ വിചാരം എന്താ, കുറച്ച് പ്രായമുള്ളവരല്ലേ, വിവരം ഉണ്ടാവും. പക്ഷെ ഇവർക്ക് വിവരവും ഇല്ലാത്ത രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. അടുത്ത് കാണിക്കാം, കഴിഞ്ഞിട്ടുള്ള ഒരുപാടുണ്ട്. ഞാൻ സാഹിറ, ഭർത്താവ് ഇട്ടേച്ച് പോയി, വല്ലാത്ത ഒറ്റപ്പെടൽ, അച്ചട. ഇതൊക്കെ ഇതാണ് ശില്പ കേട്ടോ, അല്ല ഒറിജിനൽ ഇല്ല, അതൊക്കെ ഫേക്ക് പ്രൊഫൈലാണ്. അവരൊക്കെ ക്യാഷ് ചെയ്യാണ്, കാരണം ഇവർക്ക് മന്ത്ലി നല്ല പൈസ ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം അവർക്ക് മേടിക്കാൻ പറ്റും, ഇങ്ങനത്തെ ഫോട്ടോസ് ഇട്ട് കമന്റ്സും ലൈക്കും മേടിച്ചിട്ട്. പിന്നെന്താണ്, ഇപ്പൊ കുറച്ച് മുന്നേ കണ്ടതാണ്, ഒറ്റ പ്രസവത്തിൽ ജനിച്ച 3 കുഞ്ഞുങ്ങളുടെ ഒന്നാം പിറന്നാളാണ് ഇന്ന്, വിഷ് ചെയ്യാമോ ഫ്രണ്ട്സ്. 3 കുട്ടികൾ ഇരുത്തിയിട്ട് അമ്മ ഇരുത്തിയിട്ടുള്ള ഫോട്ടോ, അതിൻ്റെ ഇടയിൽ കമന്റ്സ് വരും. അമ്മാവന്മാര് ചിലര് പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്ന ആൾക്കാരെ, ഇത് AI ഇമേജസ് ആണ്, ഇവർ ഇതിലൂടെ പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്റെ പൊന്ന അമ്മാവന്മാരെ, നിങ്ങളുടെ ഒരു പുച്ഛം വീണ്ടും വീണ്ടും വളർത്തല്ലേ നിങ്ങൾ. കാരണം അല്ലെങ്കിൽ 60s 70s 50s വസന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി പുച്ഛിക്കാറുണ്ട്. പക്ഷെ ഇതിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ്, എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോൾക്ക് എല്ലാവിധ ആശംസകളും, അത് ഞങ്ങളുണ്ട്, എന്റെ പൊന്നുമോൾക്ക് ഒറ്റപ്പെടലല്ല, അല്ല ഭർത്താവ് വിട്ടേച്ച് പോയെങ്കിൽ എന്താ ഞങ്ങളില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്ന വസന്തങ്ങളോടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ആണുങ്ങളെ പേര് കളയല്ലേ. പിന്നെ റീസെന്റ് ഇപ്പോ അല്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അറിവില്ല വസന്തങ്ങളെ നിങ്ങളോടാണോ, അറിവില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. മനസ്സിലാക്കി വീട്ടിലുള്ള ഉഡായിപ്പ് കളിക്കുമ്പോൾ ഇത് സത്യമാണോ അല്ലേ എന്നുള്ളതൊന്നും മനസ്സിലാക്കുക. കാരണം ഇപ്പൊ ശാസ്ത്രം വളർന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ വസന്തങ്ങളായ നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഏതെങ്കിലും ഫോട്ടോ, ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വീട്ടിൽ കിടന്നാൽ മതി, അത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇപ്പുറത്തെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറ്റും. ഇപ്പൊ ഞാനായാലും ചെയ്തു വരും. അതുകൊണ്ടാണ്. വേറെ കുറച്ച് അടാറ് പീസുകളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. പഴയ കാലത്തെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം, അതിന് കൊടുത്തുള്ള ഫോട്ടോസ് നോക്കിട്ടു. നിങ്ങൾ എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും കാണില്ല, പക്ഷെ എനിക്ക് അത് ഞാൻ ഫുള്ള് വായിക്കണമൊന്നുമില്ല, ബോറടിയാണ്. എന്നെ പോലെ കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് സപ്പോർട്ട് കിട്ടുമോ? എൻ്റെ പൊന്നെ മാളവിക, ഇങ്ങനെ ഉണ്ടാക്കല്ലേ. പിന്നെ 40 വയസ്സ് കഴിഞ്ഞവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേറെ കേട്ടാ, മാളവിക തന്നെയാണ്, ഞങ്ങൾ ഇരട്ട സഹോദരിമാരാണ്, ഞങ്ങൾക്കൊരു ലൈക്ക് തരാമോ? അവിടെ അതിൻ്റെ ഇടയിൽ കമൻസ് കണ്ടോട്ടോ. അല്ല ഞാൻ കമൻസ് ഒരെണ്ണത്തിന് സെപ്പറേറ്റ് ആയിട്ട് നോക്കിണ്ടായിരുന്നു. ഇത് നോക്കിട്ടോ, ആരുടെയും സപ്പോർട്ടൊന്നുമില്ലാതെ ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ടീച്ചറായി ജോലി കിട്ടി ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരു അഭിനന്ദനം തരാമോ കൂട്ടുകാരെ? കണ്ടാലറിയാം, അടാറ് പീസിൻ്റെ ഫോട്ടോ AI ക്രിയേഷനിൽ വെച്ചിട്ട് അത് നമ്മളെ ആൾക്കാരെ പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റുകൾ കാണുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചില വസന്തങ്ങളും ചില ആൾക്കാരും ചില കോഴികളും വന്നിട്ട് പറയുന്നത്, ഞാനൊരു സീൻ കാണിക്കാട്ടോ, വീഡിയോ ആണ്. ഇത് ഇതേമാതിരില്ലേ, എന്റെ പൊന്നുമോളെ സമച്ചായൻ വന്നടാ, പൊന്നുമോനെ മക്ക ആമളരെ വെച്ച് ഇവർ പോസ്റ്റ് ഉണ്ടാക്കാറില്ല. കാരണം അവർക്ക് അറിയാം ക്യാഷ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം ലേഡീസിന്റെ ഫോട്ടോയും കാര്യങ്ങളും വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കണ്ടല്ലോ, അതേപോലെ എന്താ ഇനി ഉണ്ടല്ലോ, അവരോട് 70s വസന്തങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എടാ നിങ്ങളെ പുഴുങ്ങാണ്. ഒരു സിനിമ ഡയലോഗ് കൊണ്ട് കാണിക്കാം. കിഴങ്ങുഴികളെ, എന്തോ നിനക്കൊക്കെ പ്രാന്താടാ, നിന്നെയൊക്കെ പുഴുങ്ങാടാവൻ. കാരണം ഇത് ഞാൻ കുറച്ച് ദിവസമായി ഇതിന്റെ പിന്നിൽ. FB തുറക്കാൻ പറ്റുന്നില്ല. ഏത് പേജിൽ നിന്നാണെങ്കിലും അവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ AI ഇമേജസ് വെച്ചിട്ട് സെന്റിമെന്റ്സ് ക്യാപ്ഷൻ, ഇതിനൊക്കെ നന്നായി സെന്റിമെന്റ്സ് ക്യാപ്ഷൻ എഴുതാൻ എനിക്കറിയാം. പക്ഷെ ഇവർ ചെയ്യുന്ന എനിക്ക് കൈയില്ല, എനിക്ക് കാലില്ല, എനിക്ക് കിഡ്നി ഇല്ല, എൻ്റെ ഭർത്താവിനെ ഇട്ടേച്ച് പോയി, എനിക്ക് ആരുള്ളത്, അതിന് കമൻറ്റിടെ ഇമാതിരി പോലെ സമച്ചായം വന്നടാ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉഴിപ്പോളി
വസന്തങ്ങളും കൂടി ഇറങ്ങിയിട്ടാണ് FB തുറക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അവരോടൊക്കെ പറയാനുള്ള ഇപ്പോഴത്തെ കഴിഞ്ഞ ഡയലോഗ് നേടാ നിങ്ങളൊക്കെ പുഴുങ്ങി അവര് പൈസ ഉണ്ടാക്കാണ്. നമ്മള് ഈച്ച് കമന്റ് ഈച്ച് ലൈക്കിന് അവർക്ക് പൈസ കയറിക്കൊണ്ടിരിക്കുകയാണ് അവരെ അക്കൗണ്ടിലേക്ക്. അല്ല ഞാൻ ചിന്തിച്ചു, ശരിയാണ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തുടങ്ങി ടൈപ്പൊക്കെ ഇട്ട് വഴി കാണുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും സ്റ്റാറ്റസ് അല്ലെങ്കിൽ AI ഇമേജസ് ഉണ്ടാക്കാം, സുഖമാണ്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാപ്പിലോട്ടോ അങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. AI ക്രിയേഷൻസ് ആണ്. ഇപ്പൊ നമ്മളെവിടെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ റൂമിൽ കിടക്കുകയാണെങ്കിൽ അത് ഹോസ്പിറ്റൽ ബെഡിൽ എത്തിക്കാനുള്ള സോഫ്റ്റ്വെയർസ് വരെ ഇപ്പൊ മൊബൈലിൽ അവൈലബിൾ ആണ്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരിങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് FBയിൽ ഇട്ടിട്ട് വസന്തങ്ങളെ കാണിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ, കാരണം ഞാൻ പറഞ്ഞല്ലോ അവര് കല്യാണം ആലോചിക്കുന്ന, പിന്നെ മോനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന, അപ്പുറത്ത് വീട്ടിലെ ആൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന, ഇതൊക്കെ AI ഇമേജസ് ആണ്, ഇത് ക്രിയേഷനാണ്. അവര് വേറൊന്നും ചിന്തിക്കുന്നില്ല. അവര് നേരെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ആ മൊബൈൽ നമ്പർ എടുത്തിട്ട് വേറെ ആരൊക്കെ പേര് പുഴുങ്ങുന്ന തമ്പുരാന് പോലും അറിയില്ല. കാരണം ഇന്ന് ഞാൻ വേറെ വരുന്നുണ്ട് കേട്ടോ, കാരണം കുറച്ച് ദിവസമായില്ല ഗ്യാപ്പ് ഇട്ടിട്ട്. കാരണം ഇപ്പോ ഇത് വെച്ചിട്ട് ഈ ഫോട്ടോസ് ഒരു 100 എണ്ണം ഞാൻ കണ്ടപ്പോ ഞാൻ അങ്ങനെ സൈഡിൽ 1 by 1 ആയിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടപ്പോ എനിക്ക് ചൊറിഞ്ഞ് പൊട്ടി എന്നുള്ളതാണ്. കാരണം ആൾക്കാരുടെ ഇത്രയ്ക്ക് വിവരക്കേടും കാര്യങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളെ ഇടയിൽ. കാരണം ഇങ്ങനത്തെ ഫോട്ടോസ്, അത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ കണ്ടറിയാം AI ക്രിയേഷൻ ഒറിജിനൽ അല്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ വസന്തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനത്തെ പോസ്റ്റിന്റെ ഇടയിൽ കമന്റ് ഇടുമ്പോൾ സൂക്ഷിക്കുക. മോനിക്കായാലും മോൾക്കായാലും പെണ്ണായാലും പറ്റി, നിങ്ങൾക്കാണെങ്കിലും പെണ്ണ് നോക്കുക. കാരണം ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഇങ്ങനത്തെ കോഴികൾ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളുടെ പ്രൊഫൈല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് സൂക്ഷിക്കുക. ഇപ്പൊ ഞാൻ പറയാൻ വന്ന സഹിക്കാൻ പറ്റാണ്ടാണ്, വേറൊന്നുമല്ല. ഞങ്ങൾ ഓരോ കമന്റ് കാണുമ്പോൾ ഞങ്ങൾ ആമ്പിള്ളേർക്ക്, നമ്മളൊക്കെ കോഴികളാണെങ്കിലും അത്യാവശ്യം എത്തിക്സ് ഉള്ള, കണ്ടാൽ മാന്യനെന്ന് തോന്നുന്ന കോഴികളാണ് ഞങ്ങളൊക്കെ. പക്ഷെ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ചളിഞ്ഞ് പാളീസാവാണ്, ഉള്ള വില നിലയൊക്കെ പോയിട്ട്. അല്ലാ, ഇന്നത്രേ ഉള്ളൂ ഈ വീഡിയോയില്. അടുത്ത വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാട്ടോ.